എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണം ശക്തമായതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. തഹസിൽദാർ പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തീരദേശപാത ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ADB ഫണ്ട് അനുവദിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വിശദാംശങ്ങൾ. രാഖി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കടലാക്രമണം രൂക്ഷമായ ചെറിയകടവ് കണ്ണമാലി പ്രദേശത്ത് തന്നെയാണ്. ഈ ചെറിയകടവിലെ ആ കടലാക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ച മേഖലയാണ് ഇത്. ആ ജിയോ ബാഗുകളൊക്കെ തന്നെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ തിരമാലകൾ ഇങ്ങോട്ടേക്ക് കടന്നു കയറുന്നത്. ഈ വെള്ളമൊക്കെ തന്നെ ഒഴുകി ചെല്ലുന്നത് ഓരോ വീടുകളിലേക്കുമാണ്. ഓരോ വീടുകളിലും താമസിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇവിടുത്തുകാർ പലയിടങ്ങളിലേക്കും ഒഴിഞ്ഞു മാറേണ്ട ഒരു സാഹചര്യം. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ്, ഈ ഒരു ദുരിതാവസ്ഥയിൽ തന്നെയാണ് കഴിയുന്നത്. കിണർ പോലും മൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ശുചിമുറികളൊന്നും തന്നെ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഞങ്ങൾ ഒരു 5-6 വർഷമായി ഇവിടെ കിടന്ന് ദുരിതം അനുഭവിക്കണം. ഇപ്പോൾ മേഡത്തിന് കാണാൻ ഇത് കണ്ടില്ലേ ഞങ്ങളുടെ അവസ്ഥ? എത്ര ദിവസമായെന്ന് പറയാം ഞങ്ങൾ ഒന്ന് ഉറങ്ങിയിട്ടെന്ന് അറിയാം. ഞങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ കൊണ്ട് ബന്ധുപടിക്കൊണ്ട് എടുത്തേക്ക്. ഇത് ബാത്റൂമിൽ പോകാൻ പറ്റില്ല, ബാത്റൂമൊക്കെ താർന്നു. ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഭക്ഷണം കൊണ്ടുവന്ന ഞങ്ങളുടെ പുരോഹിതനാണ്, പള്ളിയിലെ അച്ഛനാണ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നെ. ഒരാളിങ്ങനെ നോക്കില്ല. MLA ഉണ്ട്, MP ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്. ഒരു മനുഷ്യനും ഇന്നലെ തിരിഞ്ഞു പോയിട്ടില്ല ഈ സ്ഥലത്ത്. ആ വോട്ടിൻ്റെ സമയമാകുമ്പോൾ അവർ ഓടി വരും. ആ വോട്ടിന് കഴിയുമ്പോൾ ഞങ്ങളെ വന്ന് കെട്ടിപ്പിടിച്ച് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോകും. ഇത് തന്നെ 10 വർഷമായി KJMH എന്ന് പറഞ്ഞ MLA ഇവിടുത്തെ ഈ സ്ഥലത്തായിട്ട് വന്നിട്ടില്ല എന്ന് പറയും. പഠിത്തത് ഈ MP എത്ര വർഷമായി MP ആയിട്ട് ഇരിക്കുന്ന മനുഷ്യനായി ഹൈബ്രിഡ് ഈ സ്ഥലത്തായിട്ട് തിരിഞ്ഞു പോയിട്ടില്ല എന്ന് പറയും. ഞങ്ങൾ ചെത്ത ഒന്നും ആരും ഒന്നും തിരക്കണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും മത്സ്യത്തൊഴിലാളികൾ ലോൺ എടുത്താണ് ഞങ്ങളൊക്കെ ഈ വീടൊക്കെ വെച്ചിരിക്കുന്നത്. 6 വർഷം 7 വർഷമൊക്കെ ആളും വീട് വെച്ചോളൂ. വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഞങ്ങൾ എന്തോരം പറഞ്ഞു നോക്കിയെന്നാ ഞങ്ങൾക്ക് ഒരു പരിഹാരവും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. ആരും തിരിഞ്ഞു നോക്കാറില്ല. വീട്ടിലൊക്കെ വെള്ളം കയറി എല്ലാ ഗൃഹോപകരണങ്ങളെല്ലാവരും ഫ്രിഡ്ജ് പിന്നെ മിക്സി എല്ലാം ഞങ്ങളുടെ ചീത്തയായി പോയി. നേരത്തെ പരാതിയൊക്കെ പറഞ്ഞ സമയത്ത് അപ്പോൾ അവർ പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷം കളക്ടർമായിട്ട് പറഞ്ഞത് എന്താണെന്നറിയാം, അടുത്ത വർഷം നിങ്ങൾക്ക് ഇവിടെ എല്ലാം റെഡിയായിരിക്കും, കല്ലും പരും എല്ലാം ഉണ്ടാവും, സംഭവം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഈ പാട്ടിലാട് കളക്ടർ വന്നിട്ടുണ്ട്. ഒരേ കൊല്ലം ഈ വാഗ്ദാനങ്ങൾ മാത്രമാണ്, അല്ലാണ്ട് പ്രവൃത്തി ഒന്നും കാണുന്നില്ല. ഇപ്പോൾ വേറെ കൂടെ കാണുമ്പോൾ തന്നെ അറിയാം ഈ അവസ്ഥ വേണ്ട. കടലും കരയും ഒരേ പോലെ ഇവിടെ. അതിനാക്കി അതായത് വർഷങ്ങളായിട്ട് ഇവർ പറയുന്നത് ഈ ടെട്രാപോഡ് കടൽഭിത്തി വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ്. പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് ഇന്നാട്ടിലെ അധികാരി വർഗത്തിന് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവരുടെ ഈ ദുരിതാവസ്ഥയ്ക്ക് കാരണം. ഈ കടൽ വെള്ളം ഒഴുകി ചെല്ലുന്നത് 100 കണക്കിന് വീടുകളിലേക്കാണ്. ഭക്ഷണം പാകം ചെയ്യാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് സാധിക്കുന്നില്ല. നിലവിൽ ഇവർ താൽക്കാലികമായിട്ടെങ്കിലും ഒരു സമരം ആരംഭിച്ചിരുന്നു, റോഡ് ഉപരോധം. പക്ഷേ ഇക്കാര്യത്തിൽ കളക്ടർ നൽകിയിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ നടപടികൾ കൈക്കൊള്ളാം എന്നുള്ളതാണ്. ആ ഉറപ്പിന്മേലാണ് നിലവിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമുറകൾ അത് താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും പ്രതിഷേധവുമായിട്ട് അവർ രംഗത്ത് വരിക തന്നെ ചെയ്യും. എന്തായാലും ഈ ചെറിയകടവ് കണ്ണമാലി പ്രദേശത്തെ കടലാക്രമണം രൂക്ഷമാണ്. കളക്ടർ അടക്കമുള്ള അധികാരികളോ അല്ലെങ്കിൽ MP MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ താമസിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തുടരുന്നത്. രാഖി.